Network News is brought to you in association with Coloricals Gold Park, manufacturers and wholesalers, Main Road, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 7 പതിറ്റാണ്ടുകൾ. മധുരിക്കും ഓർമ്മകളാൽ മനസ്സ് കുളിരട്ടെ. കൃഷ്ണ ട്രേഡേഴ്സ് ലത്തീഫിയ സ്കൂളിന് സമീപം ബൈപാസ് റോഡ് പയ്യന്നൂർ. Manohar Jewelries, Jewel House, Jewel Junction, Payyanur, since 1938. Pavan Gold and Diamond, Gold, Diamond, Silver and Birthstone. Malabar Gold and Diamonds, celebrate the beauty of life. Juju Gold and Diamonds, Central Bazaar, Payyannur. നമസ്കാരം, നെറ്റ്വർക്ക് ന്യൂസിലേക്ക് സ്വാഗതം. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രം വിഷുവിളക്ക് ഉത്സവത്തിന് ഭക്തജന തിരക്കേറി. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി ആനപ്പുറത്ത് എഴുന്നള്ളത്ത് നടന്നു. അന്നദാനം കൊണ്ട് പുകൾപെറ്റ ചെറുകുന്ന് ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം വിഷുവിളക്ക് ഉത്സവത്തിന് വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. 7 ദിവസങ്ങളിലായി നടക്കുന്ന വിഷുവിളക്കുത്സവത്തിൽ പങ്കെടുക്കാൻ നാടിന്റെ നാനാഭാഗത്തു നിന്നും ഭക്തജനങ്ങൾ എത്തിച്ചേരും. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി ആനപ്പുറത്ത് എഴുന്നള്ളത്ത് നടന്നു. വാദ്യമേളത്തിന്റെ അകമ്പടിയോടെ നടന്ന എഴുന്നള്ളത്ത് ദർശിക്കാൻ 100 കണക്കിന് ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. ഉത്സവാഘോഷത്തിന്റെ ഭാഗമായി വിവിധ ദിവസങ്ങളിൽ വിവിധ ദേശവാസികളുടെ വക കാഴ്ചവരവ്, ആചാര വെടിക്കെട്ട് എന്നിവയും നടക്കും. തിടമ്പ് നൃത്തം, പാണ്ടിമേളം, വിവിധ കലാസാംസ്കാരിക പരിപാടികൾ എന്നിവ അരങ്ങേറും. ഏപ്രിൽ 21-ന് കളത്തിലരിയും പാട്ടോടും കൂടി ഉത്സവാഘോഷം സമാപിക്കും. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. ലോക സിനിമയിലേക്ക് പയ്യന്നൂർ കൺതുറന്നിട്ട് 50 വർഷം. ആ പ്രദർശനത്തിന് ഇന്ന് അർദ്ധവാർഷികം. സർഗവേദി പയ്യന്നൂരിന്റെ ആഭിമുഖ്യത്തിൽ വ്യത്യസ്തമായ വിഷുക്കണി ഒരുക്കി. പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ നടന്ന പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. 1976 വിഷുദിനത്തിൽ പയ്യന്നൂർ BMLP സ്കൂൾ ചുമരിൽ ഒരു സിനിമ തെളിഞ്ഞു. ഗോൾഡ് റഷ്. ചാർലി ചാപ്ലിനായിരുന്നു അതിലെ നായകൻ. ആ പ്രദർശനത്തിനു ശേഷം വേവ്സ് ഓഫ് ഡാന്യൂബ് എന്ന റൊമാനിയൻ സിനിമയും ഹാപ്പി ആനിവേഴ്സറി എന്ന ഫ്രഞ്ച് ഹ്രസ്വചിത്രവും പ്രദർശിപ്പിച്ചു. അന്നായിരുന്നു പയ്യന്നൂരിന്റെ മണ്ണിൽ ലോക സിനിമ തെളിഞ്ഞത്. പയ്യന്നൂർ കോളേജിലെ സുവോളജി വിഭാഗം തലവൻ പ്രൊഫസർ ജോൺസി ജേക്കബാണ് 16 മില്ലിമീറ്റർ പ്രൊജക്ടർ കൊണ്ടുവന്ന് സിനിമകൾ പ്രദർശിപ്പിച്ചത്. 50 വർഷങ്ങൾക്കിപ്പുറം ഇന്ന് ആ ചിത്രം പ്രദർശിപ്പിച്ചതിന്റെ വാർഷികം ആഘോഷിച്ചു. രാത്രിയും പകലും സമമായി വരുന്ന ദിവസം. എന്താണ് അതിൻ്റെ അർത്ഥം? ആ കണക്കാണ്. പക്ഷെ ഇപ്പോൾ സമയമൊക്കെ കുറച്ച് എത്തിയിരിക്കുന്നു. ഞാൻ കലണ്ടർ നോക്കി രാത്രിയും പകലും തമ്മിൽ ഒരു 13. ഇതിന്റെ ഭാഗമായി വിഷുദിനത്തിൽ പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ പ്രൊജക്ടറും ജോൺസി മാഷുടെ ഫോട്ടോയും വെച്ച് PT രാമകൃഷ്ണൻ ചെയർമാനായ സർഗവേദി പയ്യന്നൂർ ഗാന്ധി പാർക്കിൽ വിഷുക്കണി ഒരുക്കി. സ്വാതന്ത്ര്യ സമര സേനാനി VP അപ്പുക്കുട്ട പൊതുവാൾ കലാകാരന്മാർക്ക് വിഷുക്കൈനീട്ടം നൽകി. വെങ്കലശില്പി KP വിനോദ്, പൂരക്കളി പണിക്കർ സജീഷ്, കോൽക്കളി ഗുരുക്കൾ ഹേമന്ത്, കനലാടി അഭിനന്ദ്, നർത്തകി സീതാ ശശിധരൻ, നാടകനടി ദീപ വിപിൻ, കഥകളി വേഷം കലാമണ്ഡലം ബിന്ദു മാരാർ, ചലച്ചിത്രകാരൻ മനോജ് K സേതു എന്നിവർ ആദരവ് ഏറ്റുവാങ്ങി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. മലയാളികളുടെ കാർഷികോത്സവമായി അറിയപ്പെടുന്ന വിഷു തൃക്കരിപ്പൂർ പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. പ്രസ് ഫോറം ഹാളിൽ നടന്ന പരിപാടി മുതിർന്ന മാധ്യമപ്രവർത്തകൻ രാഘവൻ മാണിയാട്ട് ഉദ്ഘാടനം ചെയ്തു. മലയാളികളുടെ കാർഷികോത്സവമായി അറിയപ്പെടുന്ന വിഷു തൃക്കരിപ്പൂർ പ്രസ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ ആഘോഷിച്ചു. പ്രസ് ഫോറം ഹാളിൽ നടന്ന പരിപാടി മുതിർന്ന മാധ്യമപ്രവർത്തകൻ രാഘവൻ മാണിയാട്ട് ഉദ്ഘാടനം ചെയ്തു. വിഷു ആഘോഷ ഭാഗമായി തൃക്കരിപ്പൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന മുഴുവൻ മാധ്യമപ്രവർത്തകർക്കും വിഷുക്കോടിയും വിഷുക്കിറ്റുകളും വിതരണം ചെയ്തു. മുതിർന്ന മാധ്യമപ്രവർത്തകനും പ്രസ് ഫോറം ട്രഷററുമായ രാഘവൻ മാണിയാട്ട് ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് P മഷൂദ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KV സുധാകരൻ, ഉർമേസ് തൃക്കരിപ്പൂർ, MB ബിജീഷ്, ഇബ്രാഹിം തൃക്കരിപ്പൂർ, TMC മുഹമ്മദ് മാസ്റ്റർ, AG ഷാക്കിർ തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.
ചെറുകുന്ന് അന്നപൂർണേശ്വരി ദേവിയുടെ മുന്നിൽ നൃത്താർച്ചന നടത്തി ശ്രദ്ധേയമായി ചെറുകുന്നിലെ അമ്മമാരുടെ കൂട്ടായ്മ. ചെറുകുന്ന് പ്രസന്ന കലാസമിതിയുടെ നേതൃത്വത്തിലാണ് ചെറുകുന്ന് പ്രദേശത്തെ അമ്മമാരുടെ നേതൃത്വത്തിൽ വിഷുദിനത്തിൽ അതിരാവിലെ നൃത്താർച്ചന നടത്തിയത്. നൃത്തം പഠിക്കാനും അവതരിപ്പിക്കാനും പ്രായം ഒരു തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് ഈ അമ്മമാരുടെ കൂട്ടായ്മ. ചെറുകുന്ന് അന്നപൂർണേശ്വരി ക്ഷേത്രത്തിൽ കണി കാണാനെത്തിയവർക്ക് മുന്നിൽ വട്ടപ്പന്തലിൽ വെച്ചാണ് പ്രസന്ന കലാസമിതിയിലെ അമ്മമാരുടെ നേതൃത്വത്തിൽ നൃത്താർച്ചന അവതരിപ്പിച്ചത്. വട്ടപ്പന്തലിൽ അന്നപൂർണേശ്വരിയുടെ നടയിൽ വെച്ചാണ് കലാവതരണം നടത്തിയത്. വീട്ടമ്മമാർ മുതൽ സർക്കാർ ജീവനക്കാർ വരെ ഇവരുടെ കൂട്ടത്തിലുണ്ട്. മുൻവർഷങ്ങളിലും ഇവരുടെ നേതൃത്വത്തിൽ ഇവിടെ നൃത്തപരിപാടി അവതരിപ്പിച്ചിട്ടുണ്ട്. ഭരതനാട്യം പഠിച്ച് അരങ്ങേറ്റം പൂർത്തിയായ അമ്മമാരാണ് ഇവരിൽ ഏറെ പേരും. പ്രശസ്ത നൃത്ത അധ്യാപിക പ്രസീത ജോൺസന്റെ നേതൃത്വത്തിലാണ് ഇവർക്ക് നൃത്ത പരിശീലനം നൽകി വരുന്നത്. ഏറെ സന്തോഷത്തോടെയാണ് ചെറുകുന്നിൽ നൃത്തവിരുന്ന് ഒരുക്കിയതെന്ന് ഇവർ പറയുന്നു. പ്രസന്നകലാ സമിതിയിലെ ഞാൻ പഠിപ്പിക്കുന്ന സീനിയേഴ്സ് വിദ്യാർത്ഥികളാണ്. ഇതിൽ പിന്നെ പുറത്തുനിന്ന് വന്ന് ചെയ്യുന്നവരുണ്ട്, ജോലി സംബന്ധമായിട്ട് ജോലിക്കെല്ലാം പോയിട്ട് വന്ന് ചെയ്യുന്നവരുണ്ട്, റിട്ടയർഡ് ആയിട്ടുള്ളവരുണ്ട്. അങ്ങനെ പല ഭാഗത്തുനിന്ന് വരുന്ന സീനിയേഴ്സാണ് ഇവിടെ അമ്പലത്തിൽ. ഇന്ന് വിഷുവിന് ഒരു അർച്ചനയായിട്ട്, അമ്മക്കുള്ളൊരു അർച്ചനയായിട്ട്, ഭഗവാനുള്ളൊരു അർച്ചനയായിട്ടാണ് നമ്മൾ ഈ ഒരു നൃത്തം ഇവിടെ ചെയ്യുന്നത്. നൃത്തപരിശീലനത്തിനും കലാ അവതരണത്തിനും പ്രായം ഒരു തടസ്സമല്ലെന്ന് തെളിയിക്കുകയാണ് ചെറുകുന്നിലെ ഈ അമ്മമാരുടെ കൂട്ടായ്മ. ഇനിയും നിരവധി വേദികളിൽ പരിപാടി അവതരിപ്പിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഈ അമ്മമാരുടെ കൂട്ടായ്മ. നെറ്റ്വർക്ക് ന്യൂസ്, പഴയങ്ങാടി. കേരളീയമായ ഒരു കൊട്ടുവാദ്യോപകരണമാണ് ചെണ്ട. കഥകളിയിലും ഉത്സവങ്ങളിലും ഇതുപയോഗിക്കുന്നു. പ്ലാവ് സിലിണ്ടറാകൃതിയിൽ തുറന്നാണ് ചെണ്ടക്കുറ്റി നിർമ്മിക്കുന്നത്. കേരളത്തിലെ ഏറ്റവും സുപരിചിതവും സർവ്വസാധാരണവുമായ ഒരു വാദ്യമാണ് ചെണ്ട. ചെണ്ടയ്ക്ക് മേലെ വാദ്യമില്ല എന്നും 18 വാദ്യങ്ങളും ചെണ്ടയ്ക്ക് താഴെയെന്നും മറ്റുമുള്ള ചൊല്ലുകൾ ഏറെ പ്രസിദ്ധമാണ്. അനവദ്യവാദ്യത്തിൽ ഉൾപ്പെടുന്നതാണ് ചെണ്ട. ഇത് കൊട്ടുമ്പോൾ ഉണ്ടാകുന്ന ചം ഢ എന്ന ശബ്ദങ്ങളിൽ നിന്നാണത്രേ ചെണ്ട ഉണ്ടായത്. വിവിധ തരത്തിലുള്ള മേളങ്ങളിലും തായമ്പക, കഥകളി, കേളി, തെയ്യം എന്നിങ്ങനെ നിരവധി സന്ദർഭങ്ങളിൽ ചെണ്ട ഒഴിച്ചുകൂടാനാകാത്തതാണ്. ചെണ്ടയുടെ ഇടന്തല അസുരവാദ്യമായും വലന്തല ദേവവാദ്യവുമായാണ് സങ്കല്പം. ചെണ്ടക്കോലിന് ഉത്തമമായ മരം ചപ്ലങ്ങയാണ്. കേരളത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാദ്യമാണ് ചെണ്ടയെങ്കിലും ഇതിൻ്റെ നിർമ്മാണം അപൂർവ ഇടങ്ങളിൽ മാത്രമേ ഉള്ളൂ. ഭാരിച്ച ജോലിയും ജോലിക്കനുസരിച്ചുള്ള വരുമാനമില്ലായ്മയും ഇതിന് കാരണമാണ്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. വെള്ളോറ ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി 25ാം വാർഷികാഘോഷവും യാത്രയയപ്പും സംഘടിപ്പിച്ചു. മുൻ രാജ്യസഭാംഗം കെ രാഗേഷ് ഉദ്ഘാടനം ചെയ്തു. വെള്ളോറ ടാഗോർ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹയർ സെക്കൻഡറി 25ാം വാർഷികാഘോഷവും സർവീസിൽ നിന്നും വിരമിക്കുന്ന പി ദാമോദരൻ മാസ്റ്റർ, PV നാരായണൻ, സതി ടീച്ചർ എന്നിവർക്കുള്ള യാത്രയയപ്പും നടന്നു. മുൻ രാജ്യസഭാംഗം കെ രാഗേഷ് ഉദ്ഘാടനം ചെയ്തു. വിരമിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം കേരളത്തെ സംബന്ധിച്ചിടത്തോളം റിട്ടയർമെന്റ് ലൈഫിലേക്ക് പോകുക എന്നല്ല. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമാണ് നമ്മുടെ കേരളം. ഈ വിരമിച്ചു കഴിഞ്ഞതോടുകൂടി ആകെ റിട്ടയറായി വീട്ടിൽ വേറെ ഒന്നുമില്ലാതെ ഇറങ്ങാതെ ഇരുന്നോട്ടുള്ള മാനസികാവസ്ഥയാണ് പൊതുവിൽ നമ്മൾ കാണുന്നത്. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെയല്ല. റിട്ടയർ ചെയ്തിപ്പോൾ 3 പേരെ നിങ്ങൾ നോക്കിയാൽ നല്ല ചെറുപ്പമാണ്, അല്ലേ? നല്ല ചെറുപ്പക്കാരാണ്. അവർ റിട്ടയർ ചെയ്തവരാണെന്ന് ചെറുപ്പക്കാരിക്കും അവരാ റിട്ടയർ ചെയ്തതാണെന്ന് നമുക്കാർക്കും തോന്നുന്നു. ഇത് നമ്മുടെ കേരളത്തിൻ്റെ പ്രത്യേകതയാണ്. കേരളത്തിലാണ് ജീവിക്കുന്നത് എന്നതുകൊണ്ട് 13 വർഷം നമുക്ക് ബോണസാണ്. KC രാജൻ അധ്യക്ഷത വഹിച്ചു. വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. രജനി മോഹൻ, C സത്യപാലൻ, CV ശശികല, KV സിന്ധു, KB രതീഷ് കുമാർ, ECK രാജേഷ് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. നിർധനരെയും ഭിന്നശേഷിക്കാരെയും ചേർത്ത് പിടിച്ച് മാതമംഗലം കൂട്ടായ്മ വിഷുവിനെ വരവേറ്റു. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ രജനി മോഹൻ വിഷു കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്തു.
ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തുകൊണ്ടുള്ള മാതമംഗലം കൂട്ടായ്മയുടെ വിഷു ആഘോഷം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ രജനി മോഹൻ ഉദ്ഘാടനം ചെയ്തു. മാതമംഗലം കൂട്ടായ്മ എല്ലാ വിഭാഗം ജനങ്ങളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് പോകുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണുന്നത്. ഇവിടെ സൂചിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്, പ്രളയത്തിൻ്റെ സമയത്തായാലും കോവിഡിൻ്റെ സമയത്തായാലും ഓരോ നാട്ടിലും എന്താണ് ആവശ്യമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അന്നാണ് എനിക്കൊക്കെ ഈ മാതമംഗലം കൂട്ടായ്മയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാൻ വേണ്ടി സാധിച്ചിട്ടുള്ളത്. അപ്പം ഒരു നാട്ടിലെ പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു രോഗിയാണെങ്കിൽ അവർക്ക് വേണ്ട മരുന്നിനുള്ള അത്യാവശ്യ തുകയായാലും അല്ലെങ്കിൽ അവർ ഈ കൂട്ടായ്മയെ കൊണ്ട് സാധിക്കാത്തൊരു കാര്യമാണെങ്കിൽ അത് എങ്ങനെ ചെയ്തു കൊടുക്കാൻ പറ്റുന്നു, മറ്റുള്ള ആളുകളെ അടക്കം സമീപിച്ചുകൊണ്ട് അത് നടത്തി കൊടുക്കുന്നത്. ഭീമമായി തുക വേണ്ടി വരുന്ന പല അസുഖങ്ങളും നമ്മുടെ നാട്ടിലുണ്ടാവുമ്പോൾ അങ്ങനെയുള്ള ആളുകളെ സഹായിക്കുന്നതിന് വേണ്ടി തന്നെ മാതമംഗലം കൂട്ടായ്മ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. കൂട്ടായ്മ രക്ഷാധികാരി രമേശൻ ഹരിത അധ്യക്ഷത വഹിച്ചു. ചികിത്സാ സഹായ വിതരണം ഡോക്ടർ സുജ വിനോദ് നിർവഹിച്ചു. ടി പ്രേംലാൽ, പി ഭാസ്കരൻ, പി ദിലീഷ്, മനീഷ്, സൈജേഷ്, ഷൈജേഷ്, പ്രണവ്, ജെയിംസ്, കെ വി മനീഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പരിയാരം അമ്പേറ്റുകാവ് കിരാതേശ്വര ക്ഷേത്രം പുനഃപ്രതിഷ്ഠാ കലശ മഹോത്സവം ഏപ്രിൽ 16 മുതൽ 23 വരെ വിവിധ പരിപാടികളോടെ നടക്കും. ഒരുക്കങ്ങൾ പൂർത്തിയായതായി സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പരിയാരം അമ്പേറ്റുകാവ് കിരാതേശ്വര ക്ഷേത്രം പുനഃപ്രതിഷ്ഠാ കലശ മഹോത്സവം ഏപ്രിൽ 16 മുതൽ 23 വരെ നടത്തപ്പെടും. 16 വൈകിട്ട് 4:30 പ്രതിഷ്ഠാ വിഗ്രഹങ്ങളെ ആനയിക്കും. 17 വൈകിട്ട് 4:30 കലവറ നിറയ്ക്കൽ. 18 വൈകിട്ട് 5 മണിക്ക് തന്ത്രി നടുവത്തുപുടവർ വാസുദേവൻ നമ്പൂതിരിയെ ക്ഷേത്രത്തിലേക്ക് ആനയിക്കും. 7 സാംസ്കാരിക സമ്മേളനം ശബരിമല മുൻ മേൽശാന്തി കൊട്ടാരം ജയരാമൻ നമ്പൂതിരിപ്പാട് ഉദ്ഘാടനം ചെയ്യും. വർക്കിംഗ് ചെയർമാൻ പി വിജയൻ അധ്യക്ഷത വഹിക്കും. മൊട്ടമ്മൽ രാജൻ വിശിഷ്ടാതിഥിയായി പങ്കെടുക്കും. 19 വൈകിട്ട് 7 മണിക്ക് മുകേഷ് കുറ്റൂരിന്റെ ആധ്യാത്മിക പ്രഭാഷണം. രാത്രി 8:30 മുതൽ മാതൃസമിതിയുടെ തിരുവാതിര. 9 ഓടക്കുഴൽ സംഗീതാർച്ചന. 20 രാത്രി 8:30 സംഗീത ഗാന സമന്വയം. 21 കെ എൻ രാധാകൃഷ്ണന്റെ ആധ്യാത്മിക പ്രഭാഷണം. 8 കൈകൊട്ടിക്കളി. 8:30 പുല്ലാങ്കുഴൽ നാദധാര. 22 രാവിലെ 5 മുതൽ താന്ത്രിക കർമ്മങ്ങൾ. 23 രാവിലെ 5 മുതൽ താന്ത്രിക കർമ്മങ്ങൾ. 8:22 9 മണിക്കും മധ്യേയുള്ള മുഹൂർത്തത്തിൽ പുനഃപ്രതിഷ്ഠാ കലശം. വൈകിട്ട് 5 മണിക്ക് തായമ്പകയും തുടർന്ന് തിടമ്പ് നൃത്തവും. രാത്രി 8 മണിക്ക് വടക്കൻ പെരുമ. 19 മുതൽ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12 മണി മുതൽ 2 മണി വരെ അന്നദാനവും നടക്കുമെന്നും ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പി വിജയൻ, ഇ വിജയൻ, ഐ വി കുഞ്ഞിരാമൻ, കെ ശ്രീധരൻ, എം സഹദേവൻ, സി ശ്രീധരൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. കുണിയൻ പുഴക്കരക്കുളത്തിൽ ആഫ്രിക്കൻ പായൽ നിറയുന്നത് നാട്ടുകാരിൽ നിരാശ പടർത്തുന്നു. എത്ര ശ്രമിച്ചിട്ടും പായൽ വീണ്ടും വീണ്ടും നിറയുന്നത് കൃഷിക്കും ഭീഷണിയാണ്. കുണിയൻ പുഴക്കരക്കുളത്തിൽ ആഫ്രിക്കൻ പായൽ നിറഞ്ഞത് നാട്ടുകാരിൽ നിരാശ പടർത്തുന്നു. എത്ര ശ്രമിച്ചിട്ടും പായൽ വീണ്ടും വീണ്ടും നിറയുന്നത് കൃഷിക്കും ഭീഷണിയാണ്. വളരെ വേഗം പടർന്നു വ്യാപിക്കുന്ന ജലസസ്യമാണിത്. വെള്ളത്തിന്റെ പോഷകാംശം ചോർത്താനുള്ള ശേഷി ഇതിനുണ്ട്. ജലോപരിതലത്തിൽ തിങ്ങിക്കൂടി വളരുന്നതിനാൽ വെള്ളത്തിൽ വായുസഞ്ചാരമേൽക്കുന്നതിനും സൂര്യപ്രകാശമേൽക്കുന്നതിനും ഇത് തടസ്സമാകുന്നു. മത്സ്യങ്ങൾക്കും ചെറു ജലജീവികൾക്കും നീർപക്ഷികൾക്കും ഇത് ഭീഷണി ഉയർത്തുന്നു. പേര് ആഫ്രിക്കൻ പായൽ എന്നാണെങ്കിലും ഇത് ഇവിടെയെത്തിയത് ബ്രസീലിൽ നിന്നുമാണ്. അപകടകരമായ അധിനിവേശ സസ്യങ്ങളിൽ മുൻനിരയിലാണ് ആഫ്രിക്കൻ പായലിന്റെ സ്ഥാനം. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. നെറ്റിപ്പട്ടം നിർമ്മാണത്തിൽ ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് സ്വന്തമാക്കി കണ്ണപുരം സ്വദേശി അജിത പുഞ്ചാൽ. 12.5 അടി നീളമുള്ള നെറ്റിപ്പട്ടം നിർമ്മിച്ചുകൊണ്ടാണ് റെക്കോർഡ് സ്വന്തമാക്കിയത്. മ്യൂറൽ പെയിന്റിംഗ് രംഗത്തും ക്രാഫ്റ്റ് വർക്കിലും ഇവർ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. 12.5 അടി നീളമുള്ള നെറ്റിപ്പട്ടം നിർമ്മിച്ച് ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം നേടിയ കണ്ണപുരം സ്വദേശി അജിത പുഞ്ചാലാണ് ഇന്ന് നമ്മുടെ കൂടെ ചേരുന്നത്. കാണാം അവരുടെ വിശേഷങ്ങൾ. അപ്പോൾ അജിതേച്ചി, നമസ്കാരം. അപ്പോൾ ഈ നെറ്റിപ്പട്ട നിർമ്മാണ മേഖലയിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ഞാൻ 2019 ഇത് ചെയ്യാൻ തുടങ്ങിയത്. പയ്യന്നൂരിലൊരു കുട്ടിയാണ് പഠിപ്പിച്ചത്. കൂടെ മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇഷ്ടംപോലെ ആക്കിയിട്ടുണ്ട്. ഏതെല്ലാം നാട്ടിലെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇപ്പോഴും ചെയ്യുന്നുണ്ട്. 500-ലധികം നെറ്റിപ്പട്ടം ഉണ്ടാക്കി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ 12.5 അടി നീളമുള്ള ഈ നെറ്റിപ്പട്ടം എങ്ങനെയാണ് ഉണ്ടാക്കാനുള്ള ആ ഒരു ഐഡിയ വന്നത്? അതുണ്ടാക്കാനുള്ള ഐഡിയ വന്നത് എൻ്റെ അനിയത്തിൻ്റെ മോൻ ഞാൻ വരച്ചുകൊണ്ടിരിക്കുമ്പോൾ പറഞ്ഞതാണ്, നമുക്ക് ഇങ്ങനെ ഒരു വലിയ നെറ്റിപ്പട്ടാക്കിയിട്ട് ഗിന്നസ് റെക്കോർഡ് ആക്കിക്കൂടെയും ചോദിച്ചു. ഗിന്നസിൽ ഇതിൻ്റെ ഇത് കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇന്ത്യ ബുക്കിൽ ട്രൈ ചെയ്തു. ഇപ്പോൾ എത്ര ദിവസം എടുത്തു ഇത് പൂർത്തിയാവാൻ? 12 ദിവസം.
12 ദിവസം കൊണ്ട് 12.5 അടിൻ്റെ നെറ്റിപ്പട്ടമാണ്. ഇപ്പോൾ എന്തൊക്കെയാണ് അതിന് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കൾ? അതിൻ്റെ തൃശ്ശൂരിൽ നിന്ന് സാധനങ്ങളെല്ലാം വാങ്ങിക്കുന്നത്. അത് നമ്മളിപ്പോൾ 7 അടി 8 അടി 10 അങ്ങനെയുള്ള ഇതിൻ്റെ സാധനം തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ലെങ്ത്ത് കുറച്ച് കൂട്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കൂടാതെ ഒരുപാട് മ്യൂറൽ പെയിൻറ്റിങ്സ് നമ്മളിപ്പോൾ കണ്ടു. ആ ഒരു മ്യൂറൽ പെയിൻറ്റിങ്ങിൽ തന്നെ അതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് അത്രത്തോളമാണ്. അതെങ്ങനെയാണ്? മ്യൂറൽ പെയിൻറ്റിങ് പഠിക്കാൻ പോയത് ശരിക്കും പറഞ്ഞാൽ ഒരു പരീക്ഷണമാണ്. ഞാൻ മുന്നേ എനിക്ക് വരച്ച പാരമ്പര്യമൊന്നുമില്ല, വീട്ടിലും ആരും വരക്കുന്നവരൊന്നുമില്ല. പക്ഷെ എൻ്റെ ഫ്രണ്ട് വരക്കുന്ന കണ്ടിട്ട് ഞാനൊരു പരീക്ഷണം പോലെ പോയതാണ് വിശ്വകലയിൽ പയ്യന്നൂർ. അപ്പോൾ അങ്ങനെ അവൾ പഠിപ്പിച്ചത് രഞ്ജിത്ത് മാഷാണ്, രഞ്ജിത്ത് അരിയിൽ. മാഷ് ഭയങ്കര മോട്ടിവേഷനും സപ്പോർട്ടല്ലായിരുന്നു. അപ്പോൾ ഇപ്പം കുറേ ചിത്രം വരച്ചു, കുറേ സെയിലായിട്ടുമുണ്ട്. ഇപ്പോഴും സമയം കിട്ടുമ്പോഴെല്ലാം വരക്കും. അപ്പോൾ വെറും വീട്ടമ്മയായിരുന്നോ അല്ല അതിനു മുന്നേ ഏതെങ്കിലും വർക്ക് ചെയ്തിരുന്നോ? ഞാൻ ലാബ് ടെക്നീഷ്യനാണ്. പപ്പിശ്ശേരി ലാബ് എൻ്റെ സ്വന്തം ലാബാണ്, അതിൽ ജോലി ചെയ്യുന്നതാണ്. അതിൻ്റെ കൂടെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. വര ഒരു പാഷൻ തന്നെയാണ്. അപ്പോൾ ഇപ്പോൾ ഒരു സംരംഭക എന്ന് പറയാം. മ്യൂറൽ പെയിൻറ്റിങ്ങും അതുപോലെ നെറ്റിപ്പട്ട നിർമ്മാണ മേഖലയിലും ഒരു വനിതാ സാന്നിധ്യം എന്ന് തന്നെ പറയാൻ പറ്റും. അതെ അതെ. അപ്പോൾ ചേച്ചി എങ്ങനെയാണിത് മുന്നേ ഇതിൽ ഒരുപാട് ചിത്രം വരക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് മുന്നേ ഉള്ള കഴിവുകൾ എന്തൊക്കെയാണ്? ഒരുപാട് കഴിവുകളുണ്ട്. പണ്ട് കാലം തൊട്ട് വെച്ചാൽ ഞാൻ എൻ്റെ ഓർമ്മയിൽ വെച്ചാൽ ഇവർ എപ്പോഴും പൂക്കള മത്സരത്തിന് ഇവർ പങ്കെടുക്കും. അപ്പോൾ എപ്പോഴും ഫസ്റ്റ് അല്ലെങ്കിൽ സെക്കൻഡ് ആയിട്ട് എപ്പോഴും ട്രോഫി ഇവിടെ തന്നെ ഉണ്ടാവാറ്. എല്ലാ വർഷവും ഇവിടുന്ന് കൊണ്ടുപോകും, തിരിച്ച് ഇവിടേക്ക് തന്നെ കൊണ്ടുവരും. അങ്ങനെയാണ്. അപ്പോൾ അന്ന് മുതലേ വരക്കുന്നതാണ്. നോർമലി എല്ലാ ചിത്രങ്ങളും വരക്കും. പിന്നെ ഇപ്പം ഈ അടുത്താണ് മ്യൂറൽ പെയിൻറ്റിങ്ങിൽ പിന്നെ പഠിക്കുകയും അത് നല്ല രീതിയിൽ ചെയ്യുകയും ചെയ്തത്. അതുപോലെ തന്നെ നെറ്റിപ്പട്ടം നിർമ്മിക്കുന്നതിലും പിന്നെ ഈ അടുത്താണ് 2019 തൊട്ടിട്ട് നെറ്റിപ്പട്ട നിർമ്മാണവും ചെയ്തു വരുന്നുണ്ട്. കുറേ ഏറെ നെറ്റിപ്പട്ടം നിർമ്മിച്ചു. അത് കുറേ സ്ഥലങ്ങളിലേക്ക് എത്തി. നമ്മളെ കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, വേൾഡിൽ കുറേ സ്ഥലങ്ങളിലെത്തി. പിന്നെ ലണ്ടനിൽ, ദുബായിൽ, അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ ആൾക്കാർ നെറ്റിപ്പട്ടം കൊണ്ടുപോയി മ്യൂറൽ പെയിൻറ്റിങ്ങും വാങ്ങുകയൊക്കെ ചെയ്തിട്ടുണ്ട് ചേച്ചീൻ്റെത്. അപ്പോൾ അജിത്ത് ചേച്ചിക്ക് കിട്ടിയ ഈ ഒരു അംഗീകാരത്തിൽ വീട്ടുകാരും നാട്ടുകാരും എല്ലാവരും സന്തോഷത്തിലാണ്. അപ്പോൾ ഇനിയും ഇതുപോലുള്ള അംഗീകാരങ്ങൾ തേടിയെത്തട്ടെ എന്ന് ആശംസിക്കുകയാണ്. ക്യാമറമാൻ നികേഷ് താവത്തിനോടൊപ്പം സുധാ സുരേന്ദ്രൻ. ഈ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.